നല്ല എക്സ്പീരിയൻസ് ആണല്ലോ. നല്ലായിരുന്നു, ആൾക്കാർ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. സന്തോഷം. കേട്ടില്ല. ഉണ്ടായിരുന്നു, പൊളി ഇറങ്ങിയതാ. സന്തോഷം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നല്ല ബഹളം ഉണ്ടായിരുന്നു അകത്ത്. ഉറപ്പായിട്ട് ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. സന്തോഷം, താങ്ക് യു. രോമാഞ്ചത്തിൽ ആവേശമായോ? ആവേശത്തിൽ രോമാഞ്ചമായി. അതാണ് അവരുടെ റെസ്പോൺസ് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഒരു ഹൈ കിട്ടുമല്ലോ. പലരും പറയുന്നുണ്ടായിരുന്നു മ്യൂസിക്കിനകത്ത് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ച് നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സോ എങ്ങനെയാണ് സുഷിനെ അത് ചെയ്തപ്പോൾ ഉള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നത്? ഭയങ്കര സന്തോഷം. എന്നാലും എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നത്, ഞാനിപ്പോൾ പടം കണ്ട് ഇറങ്ങിയല്ലേ ഉള്ളൂ. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. എന്തായാലും പിന്നെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാൻ തോന്നും. ഫഹദ് ഫാസിലിന്റെ എടുത്തു പറയത്തക്ക അഭിനയ ശൈലി തന്നെയാണ്. ഫഹദ് ഫാസിൽ ടച്ച് എല്ലാ പടങ്ങളെ പോലെ ഇതിലും ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. വയലൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ചിത്രമാണ്. അങ്ങനെ അത്രയ്ക്ക് വയലൻസ് ഉണ്ടോ? ഒരു ഫണ്ണായിട്ട് ഇരിക്കുന്നത്. ഫണ്ണ്, കുറച്ച് മാസ്, എല്ലാവരുടെ കൂടെ എല്ലാവരും കണ്ടു നോക്കുക, തിയേറ്ററിൽ കണ്ടു നോക്കുക. എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയുക. അതാണ് ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പടം ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകളാണ് തീരുമാനിക്കേണ്ടത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. ആ റെസ്പോൺസ്, തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ഭയങ്കര രസമുണ്ട്, സന്തോഷമുണ്ട്. എന്തായാലും ഈ പടം ഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ള ആ സമയത്ത് ഫഹദ് ഫാസിൽ എന്ന നടൻ തന്നെയായിരുന്നു സാറിന്റെ മനസ്സിൽ കഥ വായിച്ചത്? അതെ, തീർച്ചയായും. ഫഹദ് ഫാസിൽ പ്രൊജക്റ്റിലേക്ക് വന്നതിന് ശേഷമാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. തീർച്ചയായും ഫഹദ് ഫാസിലെ കണ്ടന്റാണ് ആ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. കഥ പറഞ്ഞ സ്ക്രിപ്റ്റ് എഴുതുന്നതിന് ശേഷമാണ്. പിന്നെ സംസാരിക്കാം പ്ലീസ്. ഞാൻ